നമ്മളിപ്പോൾ ഏതാണ്ട് തിരുനെൽവേലിയിൽ നിൽക്കുകയാണ്. തിരുനെൽവേലിയിൽ മെയിൻ ജംഗ്ഷൻ്റെ അടുത്തായിട്ട് ഏതാണ്ട് അവിടെ പോത്തീസ്, അതുപോലെ തന്നെ നമ്മുടെ എയർലൈൻസിൻ്റെ മോള്, പിന്നെ അതിനടുത്ത് RMKV എല്ലാം ഇവിടെ തന്നെയാണ്. അതിനടുത്തായിട്ടുള്ള ഹോട്ടൽ തമിഴ്നാട് വ്യൂ, തമിഴ്നാട് ടൂറിസത്തിൻ്റെ TTDCയുടെ ഗസ്റ്റ് ഹൗസിലാണ് ഇതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. ഇതാണ് എൻ്റെ എൻട്രൻസ്. മെയിൻ റോഡിൽ നിന്ന് നേരെ ഇങ്ങോട്ട് കയറി വരാനുള്ള ദൂരമേ ഉള്ളൂ. അവിടെ TTDCയുടെ ബോർഡ് കാണാം. ഹോട്ടൽ തമിഴ്നാട്, റൂംസ്, റെസ്റ്റോറൻറ്റ്, ബാറ് എല്ലാം ഉണ്ടെന്ന് പറയുന്നത്. ഈ പോകുന്ന വഴിയാണ് താഴേക്ക് പോകുന്നത്. മെയിൻ റോഡിനോട് തൊട്ടടുത്തായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം റൂംസ്. TTDCയുടെ വെബ്സൈറ്റിൽ ബുക്ക് ചെയ്യാം. ഓൺലൈനിലെ മേക്ക് മൈ ട്രിപ്പിലൊക്കെ അവൈലബിൾ ആണ് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇത് അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണിത്. അടുത്തായിട്ട് ഇവിടെ ഒരു ATM ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വർക്കിംഗ് അല്ലെന്ന് തോന്നുന്നുണ്ട്. എല്ലാം അടച്ചിട്ടേക്കാണ്. ഇതവിടെ ദൂരെയായിട്ട് കാണുന്നൊരു ഗേറ്റുണ്ട്. 100 മീറ്റർ താഴെ ഒരു ഗേറ്റുണ്ട്. അത് കാണാം. നമ്മൾ ഈ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഗേറ്റിൻ്റെ അടുത്ത് എത്തുമ്പോൾ നല്ല പാർക്കിങ്ങിൻ്റെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ നല്ല സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. നിറയെ ചെറിയ പ്രത്യേക തരത്തിലുള്ള മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഈ സൈഡിലൊരു വേപ്പ് നിൽക്കുന്നു, വലിയ വേപ്പ്. നേരെ നോക്കുമ്പോൾ മുകളിലായിട്ട് ഹോട്ടൽ തമിഴ്നാട് എന്നുള്ള വലിയൊരു ബോർഡ് കാണാം. അതിന് മുകളിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ താഴെയും ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാമാണ് റൂംസിൻ്റെ ഏരിയ. TTDCയുടെ റൂംസാണിത്. അത്യാവശ്യം വണ്ടിയെല്ലാം പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നേരത്തെ ഈ ഹോട്ടലിൻ്റെ ഇരിക്കുന്ന ഈ ഏരിയ എന്ന് പറയുന്നത് ലീസിന് കൊടുത്തിരുന്നതാണ് പറഞ്ഞത്. അവരിപ്പോൾ അതിനെ വന്നിട്ട് തിരിച്ച് ഗവൺമെൻറ് തന്നെ ഏറ്റെടുത്ത് അവർ പുതിയ ഹോട്ടലായിട്ട് അത് റിനോവേറ്റ് ചെയ്ത് TTDCയുടെ അണ്ടറിലാണ്. നേരത്തെ ലീസിന് കൊടുത്തിരുന്നതാണ്. അതവിടെ ഒരു ബാറ് ഇതിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട്. പിന്നൊരു ടെമ്പിൾ പോലൊരു സംബന്ധം ഇവിടെ കെട്ടിയിട്ടുണ്ട്. നേരെ റെസ്റ്റോറൻ്റാണ്. പിന്നെ ഇപ്പോഴത്തെ റിസപ്ഷൻ്റെ ഏരിയ. അത്യാവശ്യം വലിയൊരു ബിൽഡിംഗ് ആണിത്. നമ്മുടെ മെയിൻ ജംഗ്ഷനിൽ തന്നെ ഇരിക്കുന്നതാണ്. ബഡ്ജറ്റ് ആയിട്ട് തന്നെ നമുക്ക് ബുക്ക് ചെയ്യാം. അത്യാവശ്യം നല്ല റൂംസും ഒക്കെയാണ്. ബഡ്ജറ്റായിട്ട് ബുക്ക് ചെയ്യാം. തറയൊക്കെ മൊസൈക്ക് ഒക്കെയാണ് ചെയ്തേക്കുന്നത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, പഴയ ഇതാണ്. പിന്നെന്തൊക്കെയാണ് അവിടെ ബാറിലെ ഓഫറൊക്കെ വെച്ചേക്കുന്നു. നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയ ഇവിടെയാണ്. ബാറിൻ്റെ ഏരിയ ഇതാണ്. അങ്ങോട്ടേക്ക് നമ്മൾ പോവാണ്. റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയയിലേക്ക് നമ്മൾ പോവാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് 2000 രൂപ ആണ് നമുക്ക് റേറ്റ് വരുന്നത്. 2000 രൂപ റേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ 2 adults 2 kidsഉം ചെയ്ത സമയത്താണ് വന്നത്. അതിന് AC റൂം, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അടക്കമാണ് വരുന്നത്, 4 പേർക്കുള്ള. പിന്നെ അതിൽ വന്നിട്ട് അഡീഷണൽ ബെഡ് ഇല്ല. നമുക്ക് സാധാരണ കിട്ടുന്ന ബെഡ് മാത്രമേ ഉള്ളൂ. അഡീഷണൽ ബെഡ് ഉണ്ടെങ്കിൽ വീണ്ടും നമ്മളതിന് പേ ചെയ്യേണ്ടി വരുമെന്നാണ് നമ്മൾ പറഞ്ഞത്. അവർ നോർമലായിട്ട് വരുന്ന ഒരു ബെഡും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. എനിക്കൊന്ന് നമ്മൾ കർണാടക ടൂറിസ്റ്റിൽ പോയ സമയത്ത് അവർ നമുക്ക് ഈ ഓൺലൈൻ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ നമുക്ക് അഡീഷണൽ ബെഡെല്ലാം തന്നിട്ടുണ്ടായിരുന്നു കർണാടക ടൂറിസ്റ്റ് ഗസ്റ്റ് ഹൗസിൽ. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയ. റെസ്റ്റോറൻറ്റ് ഏരിയയിൽ ബൊഫേ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്തെന്നാണ് പറയുന്നത്. ഹോട്ടൽ തമിഴ്നാട് റെസ്റ്റോറൻറ്റ് എന്ന് എഴുതിയിട്ടുള്ളതാണ്. അതിൻ്റെ റെസ്റ്റോറൻറ്റ് 1998 ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. ഇത് ഗസ്റ്റ് ഹൗസ്. അത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ലീസിന് പോയിരുന്നൊക്കെയാണ് പറയുന്നത്. ഗസ്റ്റ് ഹൗസിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയ ആണിത്. അത്യാവശ്യം വലിയ റെസ്റ്റോറൻ്റാണിത്. അവിടെ നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. നമുക്ക് പല ഫുഡ് ഐറ്റംസിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. ഐറ്റംസിൻ്റെ ഫോട്ടോ എല്ലാം വെച്ചിട്ടുണ്ട്. വളരെ നീറ്റായിട്ട് സാധാരണ ടൂറിസം ഗസ്റ്റ് ഹൗസുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെ വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ. രാവിലെ ബൊഫേ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് തിരക്കൊന്നും കാണാനില്ല വലിയ. ഇതാണ് ഇവിടെ ഒരു എക്സിറ്റിൻ്റെ ഒരു ഏരിയ ഉണ്ടെന്ന് തോന്നുന്നു. ഈ സൈഡിൽ ഒരു ഗേറ്റോ കാര്യം എന്തോ ഉണ്ട്. ഇവിടെ ഒരു ടേബിൾ കാണാം. വീണ്ടും ഇവിടെ ഒരു എന്താ പറയുക ഒരു വഴി അവിടെ കാണുന്നുണ്ട്. ഗേറ്റ് പക്ഷേ ഇത് അടച്ചേക്കാണ് ഈ സൈഡിലെ വഴി. ഇവിടുന്ന് നോക്കുമ്പോഴിതാ തൊട്ടടുത്ത് പുഴ ഒഴുകുന്നതാണ്. റിവർ നെല്ലെ റിവറാണെന്ന് തോന്നുന്നു. ഇതാ TTDCയുടെ അമുതകം എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൻ്റെ പേര് അമുതകം എന്നാണ്. ഇവിടെ നോക്കുമ്പോൾ ഒരു ബ്രിഡ്ജ്, നമ്മുടെ അവിടുന്ന് ഫ്രണ്ടിൽ കണ്ട ആ ബ്രിഡ്ജുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ
പുഴയുടെ കരയിലൊക്കെ ആയിട്ട് കുറേ മണ്ഡപങ്ങൾ കെട്ടിയിട്ടുണ്ട്, ഒരുപാട് മണ്ഡപങ്ങൾ. ശരിക്കും ഈ റിവറിൻ്റെ സൈഡിൽ തന്നെയാണ് റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത്. പക്ഷേ ഇത് ക്ലോസ്ഡ് ആണ് ഈ ഗേറ്റ്. അപ്പോൾ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ കാഴ്ചയെല്ലാം കാണാം. ഈ പുഴയുടെ ഇത് എന്ന് പറഞ്ഞാൽ നേരെ നോക്കുമ്പോൾ നമുക്ക് അരവിന്ദ് ഐ ഹോസ്പിറ്റൽ, അതായത് ഇത് കഴിഞ്ഞിട്ട് തൊട്ട ബ്രിഡ്ജ് കയറി അപ്പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്താണ് അരവിന്ദ് ഐ ഹോസ്പിറ്റൽ. വളരെ ഫേമസ് ആയിട്ടുള്ള ഐ ഹോസ്പിറ്റലാണ് നമ്മുടെ തിരുനെൽവേലിയിലുള്ള. അപ്പോൾ നിങ്ങൾ ഐ ഹോസ്പിറ്റലൊക്കെ വരികയാണെങ്കിൽ അവിടെ റൂം ബുക്ക് ചെയ്താൽ വളരെ അടുത്താണ് ഈ സംഭവം ഇരിക്കുന്നത്. ഒരുപാട് മണ്ഡപങ്ങളൊക്കെ നമുക്ക് ഈ പുഴയുടെ അകത്തായിട്ട് കാണാം. ഇവിടെ GTDCയിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ റെസ്റ്റോറൻറ്റിൽ വരാനുള്ള വഴിയാണ്. ഇതിലേക്കൂടെ വരാൻ തോന്നുന്നു റെസ്റ്റോറൻറ്റിൽ വരാൻ. റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയ ആണിത്. നമ്മൾ അതിൻ്റെ സൈഡെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ തമിഴ്നാട് ടൂറിസ്റ്റിന് ഒരുപാട് ഗസ്റ്റ് ഹൗസുകളിൽ നമ്മൾ താമസിച്ചിട്ടുണ്ട്. ഇത് കൊള്ളാം. 2 ഫ്ലോറിലായിട്ട് റൂംസ് ഉണ്ട്. ഫസ്റ്റ് ഫ്ലോറുള്ള 1 സീരീസ്, അതിൻ്റെ മുകളിൽ 2 സീരീസ്. ഇപ്പുറത്ത് ഈ ബാറിൻ്റെ ഒക്കെ മുകളിലായിട്ട് വരുന്നത് 3 സീരീസിൻ്റെ ഇതാണ് വരുന്നത്. നമ്മൾ താണ്ട ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയയിലേക്ക് വരുന്ന വഴിയിലൂടെ ഇങ്ങനെ വരികയാണ്. നമ്മൾ വീണ്ടും റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇതവിടെ ഹാൻഡ് വാഷിൻ്റെ ഏരിയ. ഇതവരുടെ ഫുഡാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത്ര കൊള്ളില്ല, നന്നായിട്ടില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അവരോട് നേരിട്ട് തന്നെ പറയുകയും ചെയ്തു. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഉള്ള വെച്ചിരിക്കുന്ന റിസപ്ഷൻ്റെ ഏരിയ. ഇതാണ് സ്റ്റാൻഡേർഡ് റൂം 1800 രൂപ, സുപ്പീരിയർ റൂം 2000, എക്സിക്യൂട്ടീവ് റൂം 2500, സ്യൂട്ട് റൂം 3500, ദെൻ എക്സ്ട്രാ പേഴ്സൺ ചാർജ് 500 എന്നാണ് പറയുന്നത്. ഇതിൽ വന്നിട്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് റിസർവേഷൻസ് ചെയ്യാവുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ തമിഴ്നാട് ടൂറിസത്തിൻ്റെ വെബ്സൈറ്റിൽ, അതുപോലെ തന്നെ നമ്മുടെ മേക്ക് മൈ ട്രിപ്പ് പോലുള്ള ആപ്പിൽ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇതാണ് റിസപ്ഷൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അവിടെ ഒരു TV വെച്ചിട്ടുണ്ട്. ഇതിൽ രാജ് TVയിൽ എന്തോ ഫിലിം എന്തോ നടന്നു കണ്ടുകൊണ്ടിരിക്കുകയാണ് ആള്. റിസപ്ഷൻ ലോബി ഏരിയ ആണിത്. പുള്ളി എനിക്കൊരു റേറ്റും കാര്യങ്ങളൊരു കാർഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ചെക്ക് ഇൻ ചെക്ക് ഔട്ട് ടൈം കാർഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. റൂം താരിഫ് എല്ലാം ഇതിനകത്ത് അടിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ റിസപ്ഷൻ ഏരിയ. ഇവിടെ നിന്നാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന വഴി. ഇതാ മെയിൻ എൻട്രൻസിൻ്റെ ഏരിയ ആണിത്. നമ്മൾ ഈ പടി കയറി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലുള്ള റൂംസാണ്. അതായത് 2 സീരീസും 3 സീരീസിൻ്റെ റൂംസ് ഇവിടെയാണ് ഉള്ളത്. നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം. ഇതവിടെ 303 എന്ന് പറഞ്ഞാൽ 3 സീരീസിൻ്റെ റൂംസ് ഇവിടെ ഉണ്ട്. ഇവിടെ 3 റൂംസ്. എനിക്ക് തോന്നുന്നത് എക്സിക്യൂട്ടീവ് റൂംസൊക്കെ ആണെന്ന് തോന്നുന്നു. 3 റൂംസ് ഉണ്ട്. പിന്നെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു 2 സീരീസിൻ്റെ റൂംസ് ഉണ്ട്. TTDCയുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഹോട്ടൽ തമിഴ്നാട് 2 സീരീസിൻ്റെ റൂംസ് ഇതാണ്. ഹോട്ടൽ തമിഴ്നാട് പറഞ്ഞിട്ട് ബോർഡിലൊക്കെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇതാണ് 2 സീരീസിൻ്റെ റൂംസ്. ഇവിടെ നിന്നുള്ള വെളിയിലോട്ടുള്ള കാഴ്ച ഇതാണ്. ഇങ്ങനെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തേക്ക് നമുക്ക് മുകളിൽ നോക്കിയാൽ കാണാൻ പറ്റും. തമിഴ്നാട് ഹോട്ടൽ തിരുനെൽവേലി എന്ന് പറഞ്ഞിട്ട് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. മെയിൻ വ്യൂ ഇതിൻ്റെ കാഴ്ച നമ്മൾ നേരെ എങ്ങനെയാണ്. നമ്മളിപ്പോൾ തിരുനെൽവേലിയിലെ തമിഴ്നാട് ടൂറിസത്തിൻ്റെ ഗസ്റ്റ് ഹൗസിലാണ്. എന്താണ്ട് ഗസ്റ്റ് ഹൗസിനകത്തെ കാഴ്ചയാണിത്. ഡബിൾ ബെഡ്, 2 ചെയറുണ്ട്, പിന്നെ എയർ കണ്ടീഷൻ റൂമാണ്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. അതിൻ്റെ ഇവിടെ ചുവരിലെല്ലാം വാൾ പേപ്പേഴ്സ് ഇവിടെ കാണിച്ചിരിക്കുന്നത് തഞ്ചാവൂരത്തെ ബൃഹദീശ്വര ടെമ്പിളിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. ദെൻ TV ഉണ്ട്. TV സ്മാർട്ട് TV ആണ്, സാംസങ്ങിൻ്റെ സ്മാർട്ട് TV ആണ്. പിന്നീട് നമ്മുടെ ലഗേജൊക്കെ വെക്കാനുള്ള സ്ഥലം, വെള്ളം ചൂടാക്കാനുള്ള കെറ്റില്, ഇതെല്ലാം ഇവിടെ കാണാം. ഒരു വലിയൊരു മിററുണ്ട്. പിന്നെ നമുക്ക് ഈ ഇതെല്ലാം കീപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്. അത്യാവശ്യം തിരക്കില്ലാത്ത റൂമാണ്. അവരുടെ മേക്ക് മൈ ട്രിപ്പിൽ ബുക്ക് ചെയ്യാം നിങ്ങൾക്ക്. അതുപോലെ തമിഴ്നാട് ടൂറിസത്തിൻ്റെ ഗസ്റ്റ് ഹൗസിൻ്റെ സൈറ്റിൽ ഇത് ബുക്ക് ചെയ്യാവുന്നതാണ് റൂം. നമുക്ക്
ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തിരുനെൽവേലി സിറ്റിയുടെ ഹാർട്ട് ഓഫ് ദ സിറ്റിയിലാണ്. RMKV, പിന്നെ ചെന്നൈ സിൽക്സ്, തിരുനെൽവേലി പോത്തീസ്, ഇവിടെ റിലയൻസിൻ്റെ ഒരു സൂപ്പർ സ്റ്റോറുണ്ട്, ശരവണ സ്റ്റോഴ്സ്, ഇതിൻ്റെ എല്ലാം അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് റൂമിൻ്റെ അകത്തുള്ള കാഴ്ചകൾ. നമുക്കൊരു ടൗലൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് വന്നപ്പോഴത്തേക്ക് അവരൊരു ബോട്ടിൽ വെള്ളം തന്നു, പിന്നെ ബ്രഷ്, പേസ്റ്റ് ഇതെല്ലാം ഒരു കിറ്റ് തന്നു, പിന്നെ ടവലുണ്ട്, പിന്നെ ഒരു ലാൻഡ് ഫോൺ ഫെസിലിറ്റി ഉണ്ട് അങ്ങോട്ട് വിളിക്കുന്നതിന് വേണ്ടി ഉണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് റൂമിനകത്തുള്ള കാഴ്ചസിൻ്റെ തിരുനെൽവേലിയിലെ കാഴ്ചകളാണ് നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്തത്. ഇവിടുത്തെ സ്റ്റാഫൊക്കെ നമ്മൾ പല സ്ഥലത്തും പോകുമ്പോൾ വളരെ ഫ്രണ്ട്ലിയാണ്. ഇവർ അത്ര ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നിയില്ല. കുഴപ്പമില്ല, ലഗേജൊക്കെ കൊണ്ടുവന്നു. പക്ഷേ കുഴപ്പമില്ലാത്ത ഒരു ഏരിയയൊക്കെയാണ്, നിങ്ങൾക്ക് സേഫായിട്ട് താമസിക്കാം. കളക്ടറേറ്റിൻ്റെ ഓൺ ബിൽഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ വരികയാണെങ്കിൽ ഇവിടെ ബുക്ക് ചെയ്യുക. നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഫെസിലിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് സുരക്ഷിതമായിട്ട് താമസിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് കാര്യം അവർ പറഞ്ഞത് കൂടുതൽ ആളുകളാണെങ്കിൽ ബൊഫേ അവർ അറേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഫുഡ് അവർ ഉണ്ടാക്കി തരും കോംപ്ലിമെൻ്ററി. അതനുസരിച്ച് ദോശ, ഇഡലി, പൊങ്കലൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും നോക്കാം നമുക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.